ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടുള്ള വ്ളോഗ് എടുപ്പാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവളെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. അപ്പം ഇവിടെ ആണെങ്കിൽ എല്ലാ ലൈറ്റും ഫാനും ഓണായിരിക്കും. ഏട്ടൻ പോകുമ്പം ഇടുന്നത് ഓഫാക്കൂല, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കൂല, പുറകെ ഒരാൾ നടക്കണം ഓഫാക്കാൻ. അപ്പോൾ എല്ലാം ഓഫാക്കി. ഇനിയിപ്പം ഞങ്ങൾ കഴിച്ചില്ല കേട്ടോ, ഫുഡ് കഴിച്ചില്ല. ഇനി ഫുഡ് കഴിക്കണം. ഇന്നൊരു ചെറിയ പരിപാടിയുണ്ട്. ഏട്ടൻ്റെ ഒരു കൊളീഗ്സിൻ്റെ കല്യാണമാണ്. അപ്പം കല്യാണത്തിന് പോകണം. അതിന് വേണ്ടിയിട്ട് ഏട്ടൻ കൂട്ടാൻ വരും. ഒരു 12 മണിയാകുമ്പോഴത്തേന് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ എല്ലാ പണികളും തീർത്തിട്ട് ഒരുങ്ങണം. അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ പുട്ടും പഴമാണ് കേട്ടോ. അപ്പം പുട്ടും പഴം കഴിക്കണം. എന്നിട്ട് ഇവിടെ തുടയ്ക്കണം. കുറച്ച് തുണിയൊക്കെ അലക്കാനുള്ളത്, പറ്റുമെങ്കിൽ അലക്കണം, അല്ലെങ്കിൽ സോപ്പ് പൊടിക്കകത്ത് മുക്കിയിട്ടിട്ട് പോകണം. അങ്ങനെ കാശിക്കാണെങ്കിൽ ഫുഡ് കൊടുക്കട്ടെ. കാശി ഫുഡ് കഴിച്ചില്ല. കാശിയുടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലിട്ട് നമുക്ക് കിടക്കാം. ഞാനും ഫുഡ് കഴിച്ചിട്ട് ഓക്കെ. അങ്ങനെ കാശിക്ക് പുട്ടും പഴമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടോ. ഇനിയും ചടപടാന്നായി. എപ്പോഴത്തെ ഏട്ടൻ വരാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് തുടക്കുകയൊക്കെ ചെയ്തിട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വന്ന് റെഡിയായി ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ മുടി കെട്ടിയതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലാതെ കിട്ടുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും, എവിടെയും പോകുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും എന്നാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറെ ഒരാളും കൂടെ എടുക്കണം, ഒരാളും കൂടെ എടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അച്ഛനെ ഓടി ചെയ്യില്ലായിരുന്നോ? ഞങ്ങൾ കുറേ കാലമായിട്ടോ ഒരു കല്യാണവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ കൂടിയിട്ട് കുറേ കാലം എന്ന് പറഞ്ഞാൽ കുറേ നാളായി. ഒരു വർഷമൊക്കെ കൂടുതലായിട്ടുണ്ടാകും. നമ്മൾ ബന്ധുവിൻ്റെയൊക്കെ കല്യാണം വന്നിടുപോലെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും മിന്നുകെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പള്ളി വെച്ചിട്ടായിരുന്നു കല്യാണം. അതും പള്ളിയിലെ കല്യാണം അങ്ങനെ കൂടാറില്ല, കൂടിയില്ല. ഒരു സ്മോൾ അനൗൺസ്മെന്റ് ഉണ്ട്. Seating കിട്ടാതെ now I invite the parents of the Hampton group Akshay onto the stage. So now I invite the family of Joseph. സമർപ്പിച്ചതിന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഉദാശയിലൂടെ നിന്റെ മക്കളെ അവിടുന്ന് ഒരു ഭവനമാക്കി യോജിപ്പിച്ചിരിക്കുന്നവർക്ക് ഞാൻ നിനക്ക് നന്ദി കരയുന്നു. തമ്പുരാനെ, അത് ഞങ്ങൾക്കൊരു മർമ്മം. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരുന്ന് കേട്ടോ. ചിക്കൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ അവരുടെ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിട്ടോ. ഏട്ടൻ ജോലി ചെയ്യുന്നത് വെച്ചിട്ട് ഇഷ്ടംപോലെ ആളുകൾ അവിടെ പരിചയക്കാരൻ ഏട്ടനുണ്ടായിരുന്നെങ്കിലും എനിക്ക് ആരെയും പരിചയക്കാരില്ലായിരുന്നു. പിന്നെ ഏട്ടൻ സംസാരിക്കുന്ന കൂടി ഇങ്ങനെ എല്ലാവരെയും ഒന്ന് ചിരിച്ച് അങ്ങനെ ഇറങ്ങിട്ടോ. അപ്പം പള്ളിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പള്ളിയിൽ കല്യാണം ഇതുവരെ അങ്ങനെ കൂടിയിട്ടില്ല. പള്ളിയിൽ ഇങ്ങനെ മിന്നുകെട്ടൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ ടി വിക്കകത്തൊക്കെ കാണുന്നല്ലാതെ പള്ളി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം അങ്ങനെ ഇവിടെ അടുത്താണ്, പള്ളിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് പള്ളിയുടെയൊക്കെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് ഞാൻ ചെന്നപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു കാതിൽ കമ്മലങ്ങ് ഊരിപ്പോയി കേസ്. അപ്പം പിന്നെ പെൺപിള്ളേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മളൊക്കെ എന്തെങ്കിലും നമ്മളിങ്ങനെ ഫുള്ള് റെഡി ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടമാകുന്നൊരു കാര്യമാണ് ഇങ്ങനെ കമ്മൽ പോവുക. മെയിനായിട്ട് അതാണ് കേട്ടോ. കമ്മലൊക്കെ ഊരിപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിലെ ക്ലിപ്പൊക്കെ പോവുക, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഷോളൊക്കെ പോവുക, അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര കോൺഫിഡൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ കമ്മൽ ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫുൾ കോൺഫിഡൻസ് അങ്ങ് പോയി. ഇപ്പോഴാണ് ഞാനൊരു പാഠം പഠിച്ചത്. ഒരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പോലെ ഒരു കമ്മലെങ്കിലും വണ്ടിക്കകത്തെങ്കിലും വെച്ചേക്കണം എന്നുള്ളത്.
അപ്പോൾ അതാ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ എടുത്ത് വീട്ടിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. വലുതായിട്ട് ഒരുപാട് നിന്നില്ല, കാരണം ഏട്ടൻ എന്നെ കൊണ്ടുപോയിട്ടിട്ട് വീണ്ടും ജോലിക്ക് കയറണം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി. മോളപ്പോഴത്തേനും വരാനായിട്ട് ഒരു 2 മണിയൊക്കെ ആയിട്ട് ഞങ്ങൾ 2:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം 3:30 ആകുമ്പോഴത്തേനും മോളും വരുമല്ലോ. അപ്പോൾ അതാ കുഞ്ഞിനെ വിളിച്ച് ഞാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഐസ്ക്രീം കഴിച്ചാലും നമ്മൾ അറിഞ്ഞിട്ടില്ല, വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.